പ്രയാസപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു ബദരീകളെ വർക്കത്തോടെ നമുക്ക് ഇസ്സത്ത് ഉയർത്തി തരുമാറാകട്ടെ. ബദറിൽ വരുന്ന മെസ്സേജ് ഒരു സുപ്രഭാതത്തിൽ ഹബീബായ തങ്ങൾ ബദരീലം ചെയ്തതല്ല. 12 വർഷത്തെ പ്രയാസത്തിന്റെ പരിഹാരമാണ് ബദർ. ഒരാളെ നിരന്തരം അടിക്കാൻ സുബ്ഹാനല്ലാഹ്, അതിന്റെ പ്രയാസമൊക്കെ എന്നെക്കാട്ടി നല്ല ആയതുപോലെ നല്ല അവസ്ഥ പറഞ്ഞു. 12 വർഷക്കാലം ഹബീബായ തങ്ങളും സ്വഹാബത്തും സഹിച്ച ത്യാഗത്തിന് അള്ളാഹു കൊടുത്ത ഒരു കൽപ്പന. അത് യുദ്ധത്തിന് കൊടുത്തതല്ല. അബൂ സുഫിയാൻ സംഘത്തെ തടയാൻ വേണ്ടി, കച്ചവട ചരക്കുകൾ തടയാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന. സ്വഹാബികൾ ചോദിച്ചിട്ട്, നബിയെ, ഞങ്ങളെ അപ്പുറത്ത് മുസ്ലിമാവുമ്പോ വല്ലാത്ത ഇസ്സത്തുള്ളവരാണ്, നല്ല ധൈര്യത്തിൽ നടക്കുന്നവരായിരുന്നു, ഞങ്ങൾ പൂർവ്വ ആളുകൾ മാറിയിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് വല്ലാത്ത ഞങ്ങളെ തലക്ക് തോന്നുന്ന രൂപത്തിൽ, താടിക്ക് തോന്നുന്ന രൂപത്തിൽ ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ച സമയങ്ങളൊക്കെ സ്വഹാബത്ത്. ഞാൻ ചരിത്രങ്ങളും പേരൊന്നും പറയുന്നില്ല, സമയമില്ലാത്തതിന്റെ പേരിൽ ഇതിൽ കിട്ടുന്ന മെസ്സേജ് മാത്രം പറയണം. ഇപ്പൊ ഞാൻ കൊടുവള്ളി കണ്ടത്, അടിച്ചവർക്ക് അറിയില്ല എന്തിനാണ് അടിച്ചത്, അത് കിട്ടിയവർക്ക് അറിയില്ല, നഷ്ടപ്പെട്ടവർക്ക് അറിയാന്നല്ലാണ്ട് അല്ലെ. ഇപ്പൊ കാണുന്ന വാർത്തകളൊക്കെ അതാണ്, പഴയുടെ കാലഘട്ടത്തിലാണ്. അതൊരു 12 വർഷം മുസ്തഫായ തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ പറയുകയാണെങ്കിൽ കൽബ് പൊട്ടാതെ, കണ്ണിൽ നിന്ന് വെള്ളൊലിക്കാതെ അവിടുത്തെ ത്യാഗങ്ങൾ പറയാൻ പറ്റൂല അല്ലെ. എന്നിട്ട് ഹബിഷയിലേക്ക് പോയി, അവിടുന്ന് തിരിച്ചു വിളിച്ചു, പിത്തന അവിടെ ഉണ്ടാക്കി, തിരിച്ചു വന്ന് വീണ്ടും പോയി, വീണ്ടും മദീനത്ത് പോയി 2 വർഷക്കാലം അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന വന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആട് പിടിച്ചിട്ട് ഉണ്ടായതല്ല. കൽപ്പന വരുമ്പോ അല്ലാഹു തആല മദീനത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചതിന് ശേഷം, ഭരണം കിട്ടിയതിന് ശേഷം മാത്രമേ തിരിച്ചടിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഇസ്ലാമിൽ പുറത്താക്കാൻ, ഇസ്ലാമിന്റെ ഉള്ളിൽ ആളുകൾ തന്നെ, ചെറിയ ന്യൂനപക്ഷമായ ജനങ്ങള്, സ്വഹാബത്ത്, ബദരീങ്ങള് മുസ്ലിമായി യുദ്ധം ചെയ്തില്ല എന്ന് അത് മാതൃകയാക്കിയിട്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ നമ്മളെ പേരും വെച്ച് ആളുകൾ യുദ്ധത്തിനിറങ്ങാം. ഇസ്ലാമിന്റെ പേരില് അങ്ങനെ ന്യൂനപക്ഷത്തിന് യുദ്ധം ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയില്ല. ഒരു രാഷ്ട്രം അടിമായ തങ്ങൾ ഭരണം സ്ഥാപിച്ചതിന് ശേഷം മദീനത്ത് നിന്ന് മാത്രമേ 10-11 വർഷം മക്കയിൽ ഉണ്ടായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല. മക്കയിൽ അവർ ന്യൂനപക്ഷമായിരുന്നു, ചെറിയ വിഭാഗമായിരുന്നു, ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. മദീനത്ത് വന്ന് രാഷ്ട്രം ഉണ്ടാക്കി, ഒരു ഭരണം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ മുസ്തഫായ തങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ബദറിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ. ഇപ്പൊ നമ്മളെ ആളുകളുടെ വിപ്ലവത്തിലാണ് കാണും. അല്ലാഹു ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത്, ബദരീങ്ങൾ ആയിരക്കണക്കിന് ആളുകളത്തേക്ക് പോരാടാൻ വേണ്ടി പോകുമ്പോ, ബദറുദ്ധത്തിൽ അബൂജഹൽ വരുമ്പോ 950ഓളം യുദ്ധമുറ പഠിച്ച പട്ടാളക്കാർ മാത്രം ഉണ്ടായിരുന്നു. സ്ത്രീകൾ വേറെ, ഭക്ഷണത്തിന്റെ ഖാദിമ്യങ്ങൾ വേറെ, അറോരാര് വേറെ, എല്ലാം അതിന് പുറമെ യുദ്ധത്തിന് മാത്രം 950ഓളം യുദ്ധമുറ പഠിച്ച പട്ടാളക്കാർ മാത്രം ഉണ്ടായപ്പോ മുസ്തഫായ തങ്ങൾ കേവലം 313 ആളുകൾക്ക് പോകുമ്പോ 2